ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 3rd ചാപ്റ്ററാണ്. വോള്യം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വ്യാപ്തം എന്ന പാഠം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD 6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ലാർജ് ആൻഡ് സ്മോൾ. ആതിര ഹാസ് കളക്റ്റഡ് മെനി തിങ്സ് ആൻഡ് ഹാസ് അറേഞ്ച്ഡ് ദം ഇൻ ടു ഡിഫറെൻറ്റ് ലോട്ട്സ്. ആതിര ഒരുപാട് വസ്തുക്കൾ കളക്ട് ചെയ്തിട്ട് വ്യത്യസ്ത തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. 2 സ്റ്റിക്കുകളുണ്ട്, 2 വടികൾ, പിന്നെ അതുപോലെ 2 റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ലെറ്റർ അല്ലെങ്കിൽ ഒരു എൻവലപ്പ് ഉണ്ട്, പൊതികളുണ്ട് അല്ലേ. പിന്നെ അതുപോലെ കുറച്ച് ക്യൂബ്സ് ഒക്കെ ഉണ്ട്. ലുക്ക് അറ്റ് ദ 2 തിങ്സ് ഫ്രം ദ ഫസ്റ്റ് ലോട്ട്. ആദ്യത്തെ ലോട്ട് എടുത്ത 2 കാര്യങ്ങൾ, 2 വസ്തുക്കൾ നോക്കൂ, 2 സ്റ്റിക്സ് അല്ലേ. വിച്ച് ഈസ് ബിഗ്ഗർ? ഇതിലേതാ ബിഗ്ഗർ? കണ്ടാൽ തന്നെ അറിയാം ആദ്യത്തേതാണ്, കാരണം അതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ് അല്ലേ. ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട്? എങ്ങനെ കണ്ടുപിടിച്ചത്? അതിന് കുറച്ച് ലെങ്ത്, നീളം കുറച്ച് കൂടുതലാണ്. നൗ ലുക്ക് അറ്റ് ദ 2 തിങ്സ് ഫ്രം ദ സെക്കൻഡ് ലോട്ട്. രണ്ടാമതായി എടുത്തത് 2 എൻവലപ്പുകളാണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ബിഗ്ഗർ? ഇതിൽ ബിഗ്ഗർ ഏതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ ഒരെണ്ണം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും ഒരെണ്ണം സ്ക്വയർ ഷേപ്പുമാണ്. സോ നമുക്ക് എന്താണ് ഇതിൽ കറക്റ്റായിട്ട് ഇതാണ് ലെങ്ത് കൂടുതലെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. ടു ഫൈൻഡ് ഔട്ട് ദ ബിഗ്ഗർ ഓഫ് ദ 2 സ്റ്റിക്സ് വി നീഡ് ഓൺലി മെഷേഴ്സ് ദെയർ ലെങ്ത്സ്. സ്റ്റിക്സിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് മാത്രം കണ്ടാൽ മതിയായിരുന്നു. വാട്ട് അബൌട്ട് 2 റെക്റ്റാങ്കിൾസ്? എന്നാൽ റെക്റ്റാങ്കിൾസിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദെയർ ഏരിയാസ്, റൈറ്റ്. നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഏതാണ് ബിഗ്ഗർ ഏതാണ് സ്മോളർ എന്ന് പറയാനായിട്ട് സാധിക്കൂ. Rectangular blocks. Look at the wooden blocks from Adira's collection. Which is larger? How did you decide? ഇത് ആതിരയുടെ കളക്ഷനിലുള്ള 2 വുഡൻ ബ്ലോക്സ് ആണ്. ഇതിലേതാ ലാർജർ? രണ്ടാമത്തതാണ് അല്ലേ. കാരണം എന്താ? അതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഹൗ ഡിഡ് യു ഡിസൈഡ്? സോറി, നൗ ലുക്ക് അറ്റ് ദിസ് 2 വിച്ച് ഈസ് ലാർജർ. ഇനി രണ്ടെണ്ണത്തിൽ നോക്കൂ, ഇതിലേതാ ലാർജർ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് എന്താണ്, ഇത് ഒരെണ്ണം ലെങ്ത് കൂടുതൽ, പക്ഷെ ഒരെണ്ണം ബ്രെഡ്ത്ത് കൂടുതലാണ് അല്ലേ. അതായത് നമ്മൾ ഈ രണ്ടാമത്തേത് ഈ ഒന്നാമത്തേത് പോലെ ചെരിച്ചു വെച്ചാൽ അല്ലെങ്കിൽ താഴ്ത്തി വെച്ചാൽ മേ ബി ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നമുക്ക് ലെങ്ത്ത് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഏതാണ് ലാർജർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സൈസ് ഓഫ് എ റെക്റ്റാങ്കുലാർ ബ്ലോക്ക്. ഇനി ഇത്തരത്തിലുള്ള റെക്റ്റാങ്കുലാർ ബ്ലോക്കിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദീസ് റെക്റ്റാങ്കുലാർ ബ്ലോക്സ്. താഴെ നമുക്ക് 3 റെക്റ്റാങ്കുലാർ ബ്ലോക്സ് തന്നിട്ടുണ്ട്. ദേ ആർ ഓൾ മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് സ്മോളർ ബ്ലോക്സ് ഓഫ് ദ സെയിം സൈസ്. ഒരേ വലുപ്പമുള്ള ചെറിയ കട്ടകൾ അടുക്കി വെച്ചാണ് ഈ ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദം ഈസ് ലാർജസ്റ്റ്? ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? We need only count the little blocks in each, right? Can you find how many little blocks make up each of the blocks below? അപ്പോൾ നമുക്ക് ഇതിലേതാ വലുതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഓരോ ബ്ലോക്കുകളും എത്ര ചെറിയ ബ്ലോക്ക് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കണം. സോ ആദ്യത്തേത് നോക്കൂ മക്കളെ, 1 2 3 4 5 6. 6 ചെറിയ ബ്ലോക്സ് അടുക്കി വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തേത് 1 2 3 4 5. 5 ചെറിയ ബ്ലോക്കുകൾ അടുക്കി വെച്ചിട്ടാണ്. മൂന്നാമത്തേത് അത് 1 2 3 4 5 6 7 8. ഇതൊരു 3 ഡയമെൻഷണൽ ചിത്രമാണ്. സോ അതിൽ ഇവിടെ നമുക്കൊരു ബ്ലോക്ക് കാണില്ല, പക്ഷെ അത് പുറകിലായിട്ട് ഉണ്ട് കേട്ടോ. സോ നമുക്ക് താഴെ എത്ര എണ്ണം? താഴെ 4 എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ മുകളിലും 4 എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 8 ബ്ലോക്സ് എന്ന് നമ്മൾ പറഞ്ഞത്. Is there a quick way to find the number of little blocks in each without actually counting out? ഇനി ഇത്തരത്തിലുള്ള ബ്ലോക്സിൽ, റെക്റ്റാങ്കുലർ ബ്ലോക്സിൽ ഓരോ ബ്ലോക്കും കൗണ്ട് ചെയ്യാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഈസി വേ ഉണ്ടോ? യെസ്, ഉണ്ട്. നോക്കൂ, നമുക്ക് ആദ്യത്തെ പിക്ചർ എടുക്കാം. അതിൽ നോക്കൂ, 1 2 3 4. 4 ബ്ലോക്ക് താഴെ വെച്ചിട്ടുണ്ട്, അതായത് ലെങ്ത്തിൽ 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ 1 2 2 ബ്രെഡ്ത്തിൽ വെച്ചിട്ടുണ്ട്. ഹൈറ്റ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ 2 ഹൈറ്റിലും വെച്ചിട്ടുണ്ട്, അതായത് ലെങ്ത്ത് 4, ബ്രെഡ്ത്ത് 2, ഹൈറ്റ് 2. സോ 4 × 2 × 2 ചെയ്ത് നോക്കണം. അതായത് ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ 4 × 2 8 ആണ്, 8 × 2 16 ആണ് അല്ലേ. സോ അതിൽ 16 ബ്ലോക്സ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കൂ, ലെങ്ത്ത് 1 2 3 4 5 ആണ്. പിന്നെ ബ്രെഡ്ത്ത് വരുന്നത് 1 2 3 ആണ്. പിന്നെ ഹൈറ്റ് വരുന്നത് 1 2 3 ആണ്. സോ 5 × 3 × 3 5 × 3 15 ആണ്. 15 × 3 45 ആണ്.
സോ 45 ബ്രിക്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തേത് നോക്കൂ, ലെങ്ത്ത് വരുന്നത് 1 2 3, അതുപോലെ താഴേക്ക് വീതിയിൽ 1 2 3 മൂന്നെണ്ണം വീതമുണ്ട്. പിന്നെ ഹൈറ്റിൽ എത്ര ഉണ്ട്? 1 2 3 അല്ലേ, മൂന്നെണ്ണം വീതമുണ്ട്. സോ 3 × 3 × 3 എത്രയാണ്? 3 × 3 9 ആണ്. 9 × 3 27 ആണ്. ആൻഡ് ഫൈനലി അവസാനത്തേത് 1 2 3 4 5 ലെങ്ത്ത്, 1 2 3 ബ്രെഡ്ത്ത്, ദെൻ 1 2 3 4 ഹൈറ്റ്. സോ 5 × 3 15 ആണ്. 15 × 4 = 60 ആണ്. സോ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് നാലാമത്തേതാണ്, സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. ലുക്ക് അറ്റ് ദിസ് ബ്ലോക്സ്. ഹൗ മെനി സ്മോൾ ബ്ലോക്സ് ആർ ദെയർ ഇൻ ഈച്ച്? ഇനി ഈ ബ്ലോക്സ് നോക്കുക, ഓരോ ബ്ലോക്കിലും എത്ര എണ്ണം ഉണ്ട്? നോക്കൂ, ഫസ്റ്റിലേത് നമുക്ക് 1 2 3 4 5 6 6 മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ 1 2 അങ്ങനെ 2 തട്ടുകളായിട്ടുണ്ട്. സോ 6 × 2 = 12 ആണ്. അതുപോലെ രണ്ടാമത്തേത് മുകളിൽ 6 വീതവും താഴേക്കും 2 വീതവും, അങ്ങനെ 6 × 2 അതും 12 ആണ്. ഡു ദേ ഹാവ് ദ സെയിം സൈസ്? അല്ല അല്ലേ, എല്ലാത്തിനും ഒരേ സൈസാണോ? അല്ല, ഒരേ സൈസ് അല്ല. ടു കമ്പയർ സൈസസ് ബൈ ജസ്റ്റ് കൗണ്ടിങ്, വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ബ്ലോക്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ബോത്ത്? അപ്പോൾ നമുക്ക് വലുതേത് ചെറുതേത് എന്നൊക്കെ അറിയുന്നതിന് മുന്നേ നമുക്ക് ഈ ബ്ലോക്സിൻ്റെ എന്താ പ്രത്യേകത? ബ്ലോക്സ് എല്ലാം സെയിം സൈസ് ആയിരിക്കണം അല്ലേ. സെയിം സൈസിലുള്ള ബ്ലോക്സ് അടുക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപോലെ അടുക്കി വയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏതാണ് സൈസിൽ വലുത്, ലാർജസ്റ്റ്, സ്മോളസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കൂ. സോ ബ്ലോക്സ് മാത്രം പോരാ, ഈ ബ്ലോക്സ് ഒക്കെ എന്താണ്, സെയിം സൈസ് ആവുകയും വേണം. സൈസ് ആസ് നമ്പർ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. താഴെയുള്ള പിക്ചർ നോക്കൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ചെറിയ ചെറിയ കുഞ്ഞു റെക്റ്റാങ്കിൾസ് അടുക്കി വെച്ച, കുഞ്ഞു സ്ക്വയേഴ്സ് അടുക്കി വെച്ച ഒരു റെക്റ്റാങ്കിളാണ്. സോ അതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ പോരെ. അപ്പോൾ ലെങ്ത്തിൽ 4 സ്ക്വയേഴ്സും ബ്രെഡ്ത്തിൽ 3 സ്ക്വയേഴ്സും ആണുള്ളത്. സോ 4 × 3 = 12 ആണ്. 12 സ്ക്വയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ദാറ്റ് മീൻസ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ is 1 square centimeter. The area of the whole rectangle is 12 square centimeters. Okay. നൗ ലുക്ക് അറ്റ് ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇനി റെക്റ്റാങ്കിൾ മാറി റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. ഹൗ മെനി? ഇത് നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ വീതമുള്ള ക്യൂബുകൾ അടുക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിൽ എത്ര ക്യൂബ്സ് ഉണ്ട്? എണ്ണി നോക്കുമ്പോൾ നമുക്ക് മുകളിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ബ്ലോക്സ് മുകളിലും അതുപോലെ തന്നെ 15 ബ്ലോക്സ് താഴെയും ഒരുമിച്ചാണ് അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. സോ ടോട്ടൽ 30 ക്യൂബ്സ് ഉണ്ട്. സൈസ് മെഷേർഡ് ലൈക്ക് ദിസ് ഈസ് കോൾഡ് വോളിയം ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈസ് മെഷർമെൻറ്റിനെ നമ്മൾ വോളിയം എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സ്ക്വയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? ഏരിയ പഠിച്ചു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് റെക്റ്റാങ്കുലർ ബ്ലോക്സ് അല്ലെങ്കിൽ ക്യൂബ്സ് ആണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ വോളിയം ആയിട്ടാണ് പറയുന്നത്. വി സേ ദാറ്റ് എ ക്യൂബ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ഹാസ് എ വോളിയം ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. എല്ലാ സൈഡ്സും 1 സെൻറ്റിമീറ്റർ വീതം ലെങ്ത്തുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്നാണ് നമ്മൾ പറയുക. അതായത് വോളിയത്തിൻ്റെ യൂണിറ്റ് വോളിയം നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്ററിലാണെന്നാണ് പറയുക കേട്ടോ. 30 സച്ച് ക്യൂബ്സ് മേക്സ് ദ ലാർജ് ബ്ലോക്ക് ഇൻ ദ പിക്ചർ. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ 30 ചെറിയ ചെറിയ ക്യൂബ്സ് അടുക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം വരുന്നത് 30 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് താഴെയുണ്ട് നോക്കാം. ഓൾ ബ്ലോക്സ് ഷോൺ ബിലോ ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ക്യൂബ്സും 1 സെൻറ്റിമീറ്റർ വീതം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ക്യൂബ്സാണ്. സോ ഈ ഒരു ബ്ലോക്കിൻ്റെ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് പറയാം എന്ത് വോളിയം കാണുന്നതിനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വോളിയം കാണാനുള്ളൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് എത്ര ഉണ്ടെന്ന്, ലെങ്ത്തിൽ എത്ര ക്യൂബ് വെച്ചിട്ടുണ്ട്, ബ്രെഡത്തിൽ എത്ര ക്യൂബ് ഉണ്ട്, അതുപോലെ ഹൈറ്റിൽ എത്ര ഉണ്ട് എന്ന് നോക്കുക. എല്ലാം കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണ് വോളിയം കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് നോക്കാം. 1 2 3 4 4 ആണ് ലെങ്ത്ത് വരുന്നത്. 1 2 3 4 ആണ് ബ്രെഡത്ത് വരുന്നത്. 1 2 3 4 ആണ് ഹൈറ്റ് വരുന്നത്. സോ വോളിയം ഈക്വൽ ടു 4 × 4 × 4 4 × 4 is equal to 16 ആണ്.
16 × 4 = 64 ആണ്. സോ അതിൻ്റെ വോളിയം വരുന്നത് 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കൗണ്ട് ചെയ്യുകയും ചെയ്യാം, പക്ഷേ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത്ത് 2 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്, അതുപോലെ ഹൈറ്റ് 1 2 3 ആണ്. സോ വോളിയം വരുന്നത് 2 × 2 × 3 2 × 2 4 ആണ്. 4 × 3 = 12 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. മൂന്നാമത്തേത് വരുന്നത് നോക്കൂ, 1 2 3 4 ആണ് ലെങ്ത്ത്, 1 2 3 ആണ് ബ്രെഡ്ത്ത്, 1 2 3 ആണ് ഹൈറ്റ്. സോ 4 × 3 × 3 4 × 3 എന്ന് വെച്ചാൽ 12 ആണ്. 12 × 3 = 36 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അടുത്തത് നോക്കൂ, 1 2 3 4 5 6 7 ആണ് ലെങ്ത്ത് വരുന്നത്, ബ്രെഡ്ത്ത് 1 2 ആണ്, ഹൈറ്റ് വരുന്നത് 1 2 3 ആണ്. സോ വോളിയം വരുന്നത് 7 × 2 × 3 ആണ്. ദാറ്റ് മീൻസ് 7 × 2 = 14 ആണ്. 14 × 3 = 42 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി അവസാനത്തേത് 1 2 3 ആണ് ലെങ്ത്ത് വരുന്നത്, 1 2 ആണ് ബ്രെഡ്ത്ത് വരുന്നത്, അതുപോലെ 1 2 ഹൈറ്റ് വരുന്നത് 2 ആണ്. സോ വോളിയം = 3 × 2 × 2 = 12 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. വോളിയം കാൽക്കുലേഷൻ. സീ ദിസ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. നമുക്കിവിടെ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് തന്നിരിക്കുന്നത്. ഹൗ ഡു വി കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം? ഇതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നോക്കൂ, 1 സെൻറ്റിമീറ്റർ വീതമുള്ള ചെറിയ ചെറിയ ക്യൂബുകളാക്കിയിട്ട് മാറ്റി. അതായത് 5 സെൻറ്റിമീറ്റർ ഉള്ളത് നമുക്ക് 5 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു, 3 ഉള്ളത് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ്സ് വോളിയം ഈസ് 15 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 5 × 3 × 1 ആണ്. സോ 5 × 3 = 15 ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് ബ്ലോക്ക്? ഇനി ഈ ബ്ലോക്ക് നോക്കൂ, ഇവിടെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഈ 2 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതം ഹൈറ്റുള്ള 2 ബ്ലോക്സ് ആക്കി മാറ്റിക്കൂടെ? 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള 2 ബ്ലോക്സും അങ്ങനെ ആക്കി മാറ്റാം. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് മാറ്റുമ്പോൾ ഇതിൽ 30 ക്യൂബ്സ് വരും. അല്ലെങ്കിൽ നമ്മളെ പഠിച്ച ഇക്വേഷൻ വഴി നോക്കുകയാണെങ്കിൽ 5 × 3 × 2 5 × 3 15 ആണ്, 15 × 2 30 ആണ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം വരുന്നത് 30 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ലൈക്ക് ദിസ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച് ഓഫ് ദ റെക്റ്റാങ്കുലർ ബ്ലോക്സ് ഷോൺ ബിലോ ആൻഡ് റൈറ്റ് ഇറ്റ് ബിസൈഡ് ഈച്ച്. അതുപോലെ താഴെ തന്നിരിക്കുന്ന 4 ബ്ലോക്സിൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ വഴി നോക്കാം കേട്ടോ. അതാണ് കുറച്ചുകൂടെ സിമ്പിൾ. സോ ഫസ്റ്റ് വൺ, ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. സോ വോളിയം = 7 × 4 × 1 = 28 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സെക്കൻഡ് വൺ, ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3, അതുപോലെ ഹൈറ്റ് 3. സോ വോളിയം = 6 × 3 × 3 = 54 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. മൂന്നാമത്തേത് ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്തും 5 സെൻറ്റിമീറ്റർ, അതുപോലെ ഹൈറ്റും 5 സെൻറ്റിമീറ്റർ. സോ 5 × 5 × 5 അതാണ് വരുന്നത്, അതായത് ലെങ്ത്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. സോ 5 × 5 25, 25 × 5 125 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. നാലാമത്തേത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ആൻഡ് 5 സെൻറ്റിമീറ്റർ ഹൈറ്റ്. സോ വോളിയം വരുന്നത് 5 × 4 × 5 5 × 4 20 ആണ്, 20 × 5 100 ആണ്. സോ 100 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ വോളിയം വരുന്നത്. സോ നൗ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഡോണ്ട് യു? ഇപ്പം നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നാൽ അതിൻ്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് അറിയാമല്ലോ. യെസ്, ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഈ മൂന്നും കൂടെ മൾട്ടിപ്പിൾ ചെയ്തതാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1, ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു ഇഷ്ടികയുടെ ലെങ്ത് വരുന്നത് 21 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് വരുന്നത് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് വരുന്നത് 7 സെൻറ്റിമീറ്റർ. അതിൻ്റെ വോളിയം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എഴുതാം. വോളിയത്തിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ 21 ഇൻറ്റു 15 ഇൻറ്റു 7, 21 ഇൻറ്റു 15 315 ആണ്. 315 ഇൻറ്റു 7 ഈക്വൽ ടു 2205 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ അയൺ ക്യൂബ് ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 grams. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദിസ് ക്യൂബ്? ഒരു അയൺ ക്യൂബിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഇതൊരു ക്യൂബ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ ലെങ്ത്ത് കിട്ടിയ ലെങ്ത്ത് തന്നെയാണ് ബ്രെഡ്ത്തും അത് തന്നെയാണ് ഹൈറ്റും വരുന്നത്. സോ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 8 ഇൻറ്റു 8 ഇൻറ്റു 8, 8 ഇൻറ്റു 8 64 ആണ്. 64 ഇൻറ്റു 8 ഈക്വൽ ടു 512 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 grams ആണ്. സോ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് 8 gram ആണെങ്കിൽ 512 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 8 ഇൻറ്റു 512 വിച്ച് ഈസ് ഈക്വൽ ടു 4096 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. അത്രയുമാണ്, സോറി ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് അല്ല, ഗ്രാം. ഓക്കെ, ഗ്രാം ആണ്. അത്രയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. വോളിയം ആൻഡ് ലെങ്ത്. A wooden block of length 9 centimeters and width 4 centimeters has a volume of 180 cubic centimeters. What is its height? സോ ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് 9 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 4 സെൻറ്റിമീറ്ററും ആണ്. അതിൻ്റെ വോളിയം 180 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടൂടെ മക്കളെ? കാണാം. വോളിയം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത്? വോളിയം എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പ്രോബ്ലം ദ പ്രൊഡക്റ്റ് ഓഫ് 9 and 4 മൾട്ടിപ്ലൈഡ് ബൈ ദ ഹൈറ്റ് ഈസ് 180. സോ ഈ പ്രോബ്ലത്തിൽ നമുക്ക്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 9ഉം 4ഉം ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ 180 ആണ് എന്ന് കിട്ടും. അതായത് വോളിയം അതാണ്. ഓക്കെ, സോ 9 ഇൻറ്റു 4 ഈക്വൽ ടു എന്താണ്? അതായത് ലെങ്ത്തും വിഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. 36ലേക്ക് നമ്മൾ ഹൈറ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 180 കിട്ടും. സോ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 180യെ 36 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 180 ഡിവൈഡഡ് ബൈ 36 ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു ബ്ലോക്കിൻ്റെ എന്താണ് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അതുപോലെ വോളിയം തന്നിട്ടുണ്ട്, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും വോളിയം. സോ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണവും വോളിയം ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വോളിയത്തിൻ്റെ എന്താ എത്രയാണോ വോളിയം അതിനെ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ആൻസർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തരാത്ത സാധനം എന്താണോ അത് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ദ ടേബിൾ ഷോസ് ദ മെഷർമെൻറ്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്. കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷേഴ്സ്. ഓരോ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ കാൽക്കുലേഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ മിസ്സായിട്ടുള്ള പാർട്ട് എഴുതി കൊടുക്കണം. സോ ഫസ്റ്റ് വൺ, ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. വോളിയം കാണാൻ എളുപ്പമല്ലേ മക്കളെ? മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് 3 ഇൻറ്റു 8 ഇൻറ്റു 7. ആദ്യം നമുക്ക് വോളിയത്തിനുള്ള ഇക്വേഷൻ എഴുതി വെക്കാം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്ത് 3 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. വോളിയം ഈക്വൽ ടു 3 ഇൻറ്റു 8 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 168 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതാണ് കേട്ടോ. ക്യൂബിക് സെൻറ്റിമീറ്റർ ചെറുതാക്കി എഴുതിയിട്ടുള്ളതാണ് CC എന്നുള്ളത് കേട്ടോ. രണ്ടാമത്തേത് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. വോളിയം ഈക്വൽ ടു 6 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 120 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം. ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് തന്നിട്ടില്ല, പകരം വോളിയം തന്നിട്ടുണ്ട് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതായത് 6 ഇൻറ്റു 48 വോളിയം ഈക്വൽ ടു 48 എന്ന് പറയുന്നത് 6 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ 48 ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു ഹൈറ്റ്. 6 ഇൻറ്റു 4 24 ആണ്. സോ 24 ഇൻറ്റു ഹൈറ്റ്. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 24 വിച്ച് ഇസ് ഈക്വൽ ടു
2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നാലാമത്തേത് ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ, വോളിയം 48. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ 8 ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, 48 is equal to 16 into width. So width is equal to 48 divided by 16, which is equal to 3 centimeters ആണ്. ഇനി അഞ്ചാമത്തേത് നോക്കൂ. അഞ്ചാമത്തേത് നമുക്ക് ലെങ്ത്ത് തന്നിട്ടില്ല, വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്, വോളിയം 48 cc ആണ്. സോ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് മീൻസ് 48 is equal to ലെങ്ത് ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 4 ആണ്. സോ 48 is equal to 4 ഇൻറ്റു ലെങ്ത്ത്. ലെങ്ത്ത് is equal to 48 divided by 4, which is equal to 12 സെൻറ്റിമീറ്റേഴ്സ്. സോ അതിൻ്റെ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്. ആറാമത്തേത് ലെങ്ത്ത് തന്നിട്ടില്ല, വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്, വോളിയം 80 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഇവിടെ എങ്ങനെ ചെയ്യാം? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ 80 is equal to ലെങ്ത് ഇൻറ്റു 2 ഇൻറ്റു 4. 80 is equal to 2 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 8 ആണ്. 8 ഇൻറ്റു ലെങ്ത്ത്. ലെങ്ത്ത് is equal to 80 divided by 8, which is equal to 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി അവസാനത്തേത് നോക്കാം. ലെങ്ത്ത് 14 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ, വോളിയം 210 ക്യൂബിക് സെൻറ്റിമീറ്റർ. വോളിയം എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 210 is equal to 14 ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു 5. 210 is equal to 70, അതായത് 14 ഇൻറ്റു 5 70 ആണ്. 70 ഇൻറ്റു വിഡ്ത്ത്. വിഡ്ത്ത് is equal to 210 divided by 70, which is equal to 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഇതുപോലെ ഏത് പ്രോബ്ലംസും നമുക്ക് ഏതെങ്കിലും ഒരു മൂന്നെണ്ണത്തിൽ 2 തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 3 തന്നു കഴിഞ്ഞാൽ തരാത്തത് കണ്ടുപിടിക്കാൻ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ന്യൂ ഷേപ്സ്. We can make shapes other than rectangular block by stacking cubes. ഫോർ എക്സാമ്പിൾ സീ ദസ്. ഇനി നമുക്ക് ക്യൂബ്സ് അടുക്കി വെച്ചിട്ട് ബ്ലോക്സ് മാത്രമല്ല, പകരം ഇതുപോലുള്ള ഷേപ്സും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നിരിക്കുന്ന ഷേപ്പ് നോക്കൂ, ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പാണല്ലേ. ഇറ്റ്സ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ. ക്യാൻ യു കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം? ഇത് ഓരോ സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത് അതുള്ള ക്യൂബ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 9 ലെങ്ത് ഉണ്ട്. അതുപോലെ 1 2 2 ഹൈറ്റും ഉണ്ട്. സോറി, ഹൈറ്റ് അല്ല, വിഡ്ത്തും ഉണ്ട്, വീതിയും ഉണ്ട്. സോ 9 ഇൻറ്റു 2 is equal to 18 ആണ്. ഹൗ മെനി ക്യൂബ്സ് ആർ ദെയർ അറ്റ് ദ വെരി ബോട്ടം? ഓക്കെ, ഫസ്റ്റ് ബോട്ടത്തിലുള്ള ഏറ്റവും താഴെയുള്ള ആ സ്റ്റെപ്പിൽ വരുന്നത് 9 ഇൻറ്റു 2, അതായത് ഹൈറ്റ് 1 ഉള്ളൂ. സോ 9 ഇൻറ്റു 2 18 ആണ് കേട്ടോ. ഇനി രണ്ടാമത്തേതിൽ ആൻഡ് ദ സെക്കൻഡ് ജസ്റ്റ് അബവ് ഇറ്റ്, അതിന് തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പ് വരുന്നത് നോക്കൂ. 9 ലെങ്ത്തും ഹൈറ്റ് 1 2 സോറി വിഡ്ത്ത് 1 2, 2 വിഡ്ത്തും 1 2, 2 ഹൈറ്റും വരുന്നുണ്ട്. സോ 9 ഇൻറ്റു 2 ഇൻറ്റു 2, 9 ഇൻറ്റു 2 18 ആണ്. 18 ഇൻറ്റു 2 is equal to 36 ആണ്. സോ അതിൽ വരുന്ന മൂല്യം 36 ആണ് കേട്ടോ. ഇനി മൂന്നാമത്തേത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് എത്ര വരും? 9 ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് വരുന്നത് 1 2 3 ആണ്. സോ 3 വരും, അതായത് 18 ഇൻറ്റു 3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 54 ആണ്. സോ അവിടെ 54 ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പ് നോക്കൂ. അവിടെ 1 2 3 4 5 6 7 8 9 ലെങ്ത്തും വരുന്നുണ്ട്. 1 2 3 വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ ഹൈറ്റ് 1 2 3 4ഉം വരുന്നുണ്ട്. സോ 9 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്, ഈക്വൽ ടു 108 ആണ്. സോ ഹൗ മെനി ക്യൂബ്സ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ക്യൂബ്സ് ഉണ്ട്? എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 18 പ്ലസ് 36 പ്ലസ് 54 പ്ലസ് 108, വിച്ച് ഈസ് ഈക്വൽ ടു 216 ആണ്. അത് തന്നെയാണ് അതിൻ്റെ വോളിയം വരുന്നത്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റെയർ? എന്താണ് വോളിയം? 216 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കൂ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് സ്ക്വയർ ബ്ലോക്സ്. ദ ബോട്ടം ബ്ലോക്ക് ഈസ് ഓഫ് side 9 centimeters. As we move up, the side decreases by 2 centimeters at each step. All blocks are of height 1 centimeter. What is the volume of this figure? Just calculate the volume of each square block and add. Try it. എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഈ ബ്ലോക്കിൽ ഏറ്റവും താഴെയുള്ള ബ്ലോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്, ലെങ്ത്തും വിഡ്ത്തും വരുന്നത് 9 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സ്ക്വയർ ബ്ലോക്ക് ആയതുകൊണ്ട് ലെങ്ത്തും വിഡ്ത്തും സെയിം ആയിരിക്കും. സോ 9 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ്, എല്ലാ ബ്ലോക്കിൻ്റെയും ഹൈറ്റ് വരുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് വരുമ്പോൾ 2 സെൻറ്റിമീറ്റർ വീതം ലെങ്ത്തും വിഡ്ത്തും കുറയുന്നുണ്ട്.
അത്രയും കാര്യങ്ങളാട്ടോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ബ്ലോക്സും കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ വോളിയം എന്താ വരുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് താഴെയുള്ള ബ്ലോക്ക് നോക്കൂ. അതിൻ്റെ ലെങ്ത്ത് 9 ആണ്, വിഡ്ത്ത് 9 ആണ്, അതുപോലെ ഹൈറ്റ് 1 ആണ്. സോ 9 ഇൻറ്റു 9 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 81 ആണ്. ഇനി അതിന് തൊട്ട് മുകളിലുള്ള ബ്ലോക്കോ അതിൽ നിന്ന് ലെങ്ത്തും വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9 മൈനസ് 2 7 ആണ്. സോ 7 ലെങ്ത്ത് 7 വിഡ്ത്ത് 1 തന്നെയാണ് ഹൈറ്റ്. സോ 7 ഇൻറ്റു 7 ഇൻറ്റു 1 ഈക്വൽ ടു 49 ആണ്. ഇനി അതിന് തൊട്ട് മുകളിലുള്ളതോ അത് 7ൽ നിന്ന് വീണ്ടും 2 സെൻറ്റിമീറ്റർ കുറയുന്നുണ്ട്. അപ്പോൾ 5 ആണ്. അതുകൊണ്ട് അതിൻ്റെ വോളിയം വരുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 1 തന്നെയാണ് ഹൈറ്റ് വരുന്നത്. 5 ഇൻറ്റു 5 ഇൻറ്റു 1 ഈക്വൽ ടു 25 ആണ്. ഇനി അതിന് മുകളിലുള്ള ബ്ലോക്ക് നോക്കൂ. അത് 5ൽ നിന്ന് വീണ്ടും ലെങ്ത്തും വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ കുറയും. അപ്പോൾ 3. സോ 3 ഇൻറ്റു 3 ഇൻറ്റു 1 ഈക്വൽ ടു 9 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വോളിയം വരുന്നത്. ഇനി ഏറ്റവും മുകളിലുള്ള ബ്ലോക്ക് കണ്ടോ, അത് 3ൽ നിന്നും വീണ്ടും 2 സെൻറ്റിമീറ്റർ കുറയും ലെങ്ത്തും വിഡ്ത്തും. സോ 1 ആവും അല്ലേ. ലെങ്ത്ത് 1, വിഡ്ത്ത് 1, ഹൈറ്റ് 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 അതാണ് ഏറ്റവും അവസാനത്തെ ബ്ലോക്കിൻ്റെ വോളിയം വരുന്നത്. ഇനി ടോട്ടൽ വോളിയം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് 81 പ്ലസ് 49 പ്ലസ് 25 പ്ലസ് 9 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 165 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതാണ് ഈ ഷേപ്പിൻ്റെ ടോട്ടൽ വോളിയം. ഇനി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട്, അത് നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയംസ് ഓഫ് ദ ഷേപ്സ് ഷോൺ ബിലോ. ഓൾ ലെങ്ത്സ് ആർ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. താഴെ നമുക്ക് 3 ഷേപ്പ് തന്നിട്ടുണ്ട്. ഒരെണ്ണം ഇ, ഒരെണ്ണം എച്ച്, ഒരെണ്ണം ടി. അങ്ങനെയാണല്ലോ ഷേപ്സ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വോളിയം കാണണം. അത് എല്ലാം തന്നിരിക്കുന്ന ലെങ്ത്തുകളും എല്ലാ മെഷർമെൻറ്റും എന്താണ്, സെൻറ്റിമീറ്ററാണ് യൂണിറ്റ് വരുന്നത്. സോ നമുക്ക് 1 ബൈ 1 ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഈ ഷേപ്പിലുള്ളതാണ്. അതാദ്യം നോക്കൂ മക്കളെ. ഇതിൽ നമുക്ക് ലെങ്ത്ത് ഇതിനെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഇതിനെ 4 പാർട്ടാക്കിയിട്ട് മാറ്റാം. വലിയൊരു പാർട്ട്, പിന്നെ അതിൻ്റെ 3 വേറെ പാർട്ട്, അങ്ങനെ 4 പാർട്ടുകളാക്കാം. ഇതിൽ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും എല്ലായിടത്തും തന്നിട്ടുണ്ട്. ഹൈറ്റ് ഒരു ഭാഗത്ത് മാത്രമേ തന്നിട്ടുള്ളൂ, നമ്മളുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ മാത്രം. കണ്ടോ 2 എന്തെന്ന് കണ്ടോ, അത് മാത്രമാണ് ഹൈറ്റിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്ന ഒരു പോർഷൻ. സോ നമുക്ക് ആദ്യം അതിൻ്റെ വോളിയം എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ആ ഷേപ്പിൻ്റെ വോളിയം എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ആ പാർട്ടിൻ്റെ വോളിയം എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ലെങ്ത്ത് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വിഡ്ത്ത് വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഹൈറ്റ് എല്ലായിടത്തും 2 തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. എല്ലാ പാർട്ടിലും 2 തന്നെയാണ് തിക്നെസ് വരുന്നത്. സോ ഹൈറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇതിൻ്റെ വോളിയം എന്ത് വരും? 8 ഇൻറ്റു 4 ഇൻറ്റു 2. 8 ഇൻറ്റു 4 24 ആണ്. 32 ആണ്. 32 ഇൻറ്റു 2 64 ആണ്. സോ 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് ആൻസർ. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. അതായത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാർട്ട്. അതിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും അതുപോലെ വിഡ്ത്തും വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് ആദ്യം തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ ആണ്. സോ വോളിയം ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 32 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. 4 ഇൻറ്റു 4 16 ആണ്. അത് ഇൻറ്റു 2 എന്ന് പറയുന്നത് 32 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കൂ, പാർട്ട് 3. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആദ്യത്തെ പാർട്ട് പോലെ തന്നെയാണ്, കാരണം രണ്ടും സെയിം ആണല്ലോ. സോ ലെങ്ത്ത് 8, വിഡ്ത്ത് 4, ഹൈറ്റ് 2. ടോട്ടൽ വോളിയം 8 ഇൻറ്റു 4 ഇൻറ്റു 2 ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഏറ്റവും അവസാനത്തെ പാർട്ട് എടുക്കാം, പാർട്ട് 4. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. വിഡ്ത്ത് വരുന്നത് നോക്കൂ, നമുക്കിതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് അറിയാം അല്ലേ. ടോട്ടൽ വിഡ്ത്ത് എത്രയാണ്? 12 ആണെന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൽ 8 സെൻറ്റിമീറ്റർ ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ പോയി. സോ നമുക്ക് അതിൻ്റെ ബാക്കിയാണ് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടത്. അതായത് 12 മൈനസ് 8 ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ ഷേപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ തന്നെ. സോ അതിൻ്റെ വോളിയം വരുന്നത് 20 ഇൻറ്റു 4 ഇൻറ്റു 2. 20 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 80 ആണ്. 80 ഇൻറ്റു 2 ഈക്വൽ ടു 160 ആണ്. അപ്പോൾ അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആ ഷേപ്പിൻ്റെ വോളിയം വരുന്നത്. ഇനി ടോട്ടൽ വോളിയം കാണാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 64 പ്ലസ് 32 പ്ലസ് 64 പ്ലസ് 160 വിച്ച് ഈസ് ഈക്വൽ ടു 320. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് ഈ ഒരു ഷേപ്പിൻ്റെ വോളിയം വരുന്നത്. മനസ്സിലായല്ലോ മക്കളെ. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഷേപ്പ് വരുന്നത്. ഇതിൽ നമുക്ക് 3 ആക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്യാം. അതായത് നടുവിലായിട്ടുള്ള ആ ഷേപ്പിൽ 2 ലൈൻസ് ഇട്ട് കൊടുത്താൽ നമുക്കിതിനെ 3 പാർട്ടാക്കാം.
ഫസ്റ്റ് പാർട്ട് നമുക്ക് ഏതാ ചൂസ് ചെയ്യുക എന്നുള്ളതിൽ എന്താ നോക്കേണ്ടത്, ഏതിലാണ് ഹൈറ്റ് തന്നിരിക്കുന്നത് നോക്കാം. സോ ഇവിടെയാണ് നമുക്ക് ഹൈറ്റ് തന്നിരിക്കുന്നത്, കണ്ടോ 3, അതാണ് ഹൈറ്റ്. അപ്പോൾ ഈ പാർട്ട് 1ൻ്റെ ലെങ്ത്ത് വരുന്നത് 16 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4, ഹൈറ്റ് 3. അപ്പോൾ അതിൻ്റെ വോളിയം എന്ത് വരും, 16 ഇൻറ്റു 4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 192 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം, അതിന് തൊട്ടടുത്തുള്ള പാർട്ടാണ്. അത് ലെങ്ത്തും വിഡ്ത്തും 4 ആണ് വരുന്നത്. ഹൈറ്റ് വരുന്നത് എന്താണ്, 3 സെൻറ്റിമീറ്റർ ആണ്. സോ വോളിയം 4 ഇൻറ്റു 4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തെ ആ മൂന്നാമത്തെ പാർട്ടും നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ അതേ സെയിം മെഷർമെൻ്റ് ആണല്ലേ അവിടെയും വരുന്നത്. സോ ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ, വോളിയം വരുന്നത് 16 ഇൻറ്റു 4 ഇൻറ്റു 3 ഈക്വൽ ടു 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ടോട്ടൽ വോളിയം കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക, 192 പ്ലസ് 48 പ്ലസ് 192 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 432 എന്ന് വരും. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ് ആൻസർ. ഇനി മൂന്നാമത്തെ ഷേപ്പ് നോക്കൂ, ടി ഷേപ്പാണ്. ഇതിനെ നമുക്ക് രണ്ടാക്കിയിട്ട് ഭാഗിക്കാം, 2 പാർട്ടുകളാക്കാം. ഇതിൽ ഫസ്റ്റ് പാർട്ട്, താഴെയുള്ള പാർട്ടിൽ 2 ഭാഗത്തും നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ആദ്യം ഈ പാർട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് വരുന്നത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം 11 ഇൻറ്റു 4 ഇൻറ്റു 3 ഈക്വൽ ടു 132 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ ലെങ്ത്ത് കാണാനായിട്ട് നമുക്ക് 2 അളവുകൾ അവിടെ തന്നിട്ടുണ്ട്, 6ഉം 6ഉം. പിന്നെ അതിനിടയിലുള്ള ആ ഗ്യാപ്പ് കണ്ടോ, നമ്മൾ പാർട്ടീഷൻ ചെയ്ത ആ ഗ്യാപ്പിലെ മെഷർമെൻറ്റ് നോക്കൂ. ഏറ്റവും താഴെയുള്ള ഇതേ മെഷർമെൻറ്റ് തന്നെയാണ് മുകളിലും വരുന്നത്. സോ അവിടെ എന്തായിരിക്കും, 4 ആയിരിക്കും വരിക. സോ ആ ഷേപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 6 + 6 + 4 ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് വരുന്നത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് വരുന്നത് 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വോളിയം എന്ത് വരും, 16 ഇൻറ്റു 4 ഇൻറ്റു 3 ഈക്വൽ ടു 192 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഷേപ്പിൻ്റെ ടോട്ടൽ വോളിയം കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അതായത് 132 പ്ലസ് 192 ചെയ്യുമ്പോൾ നമുക്ക് 324 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് വരുന്നത്. അതാണ് ഈ ഷേപ്പിൻ്റെ വോളിയം. ലാർജ് മെഷേഴ്സ്, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 മീറ്റർ. ഒരു മീറ്റർ സൈഡുള്ള ക്യൂബിൻ്റെ വോളിയം എന്തായിരിക്കും, 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു എന്താണ്, 1 ക്യൂബിക് മീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അതായത് 1 ഇൻറ്റു 100 ആണല്ലേ സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ വി മസ്റ്റ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ക്യൂബിൻ്റെ അളവ് എന്താണ്, 100 സെൻറ്റിമീറ്റർ ആണ്. സോ മൂന്നും നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 100 ഇൻറ്റു 100 ഇൻറ്റു 100, 1 ക്യൂബിക് മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ വോളിയം ഓഫ് ലാർജ് ഒബ്ജക്ട്സ് ആർ ഓഫ്റ്റൻ സെഡ് ആസ് ക്യൂബിക് മീറ്റേഴ്സ്. അതുകൊണ്ട് വലിയ മെഷർമെൻ്റ് ഒക്കെ സെൻറ്റിമീറ്ററിൽ പറയാതെ നമുക്ക് മീറ്ററിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ ക്യൂബിക് മീറ്റർ വരുന്ന യൂണിറ്റായി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് വലിയ അളവുകളാണ് കേട്ടോ ഇനി തരുന്നത്. Question 1, എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 meters long, 2 meter wide and 1 meter high. The price of 1 cubic meter of sand is 1000 rupees. What is the price of this truck load? ഒരു ട്രക്കിൽ മണൽ നിറച്ചിട്ടുണ്ട്, ഒരു ലോറിയിൽ. അത് മണൽ നിറച്ചിരിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 4 മീറ്റർ ലെങ്ത്തും 2 മീറ്റർ വീതിയും അതുപോലെ 1 മീറ്റർ ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ വോളിയം എന്താണ്, അതുപോലെ ഒരു ക്യൂബിക് മീറ്ററിന് 1000 റുപ്പീസാണ് വില. അങ്ങനെയാണെങ്കിൽ ആ ട്രക്കിലുള്ള മുഴുവനുള്ള സാൻഡിന് എന്താണ് വില എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ലോറിയിൽ നിറച്ച മണലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണല്ലേ, വിഡ്ത്ത് വരുന്നത് 2 മീറ്റർ, ഹൈറ്റ് വരുന്നത് 1 മീറ്റർ. സോ അതിൻ്റെ ടോട്ടൽ വോളിയം വരുന്നത് 4 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 8 ക്യൂബിക് മീറ്റർ ആണ് കേട്ടോ, 8 ക്യൂബിക് മീറ്റർ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്യൂബിക് മീറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 8 ക്യൂബിക് മീറ്ററിൻ്റെ പ്രൈസ് എന്തായിരിക്കും, 8 ഇൻറ്റു 1000 ഈക്വൽ ടു 8000 റുപ്പീസ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. What is the volume in cubic centimeters of a platform 6 meters long, 1 meter wide and 50 centimeters high?
ഒരു തറ ഉണ്ട്. ആ തറയുടെ ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഒരു 6 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തും 50 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റുമാണ് ഉള്ളത്. അതിൻ്റെ വോളിയം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നത് ലെങ്ത്തും വിഡ്ത്തും നമുക്ക് മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് പക്ഷേ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത്തിനൊക്കെ എന്ത് ചെയ്യണം, ആദ്യം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 100 ഈക്വൽ ടു 60 സെൻറ്റിമീറ്റേഴ്സ്. വിഡ്ത്ത് 1 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 100 ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ഹൈറ്റ് വരുന്നത് സെൻറ്റിമീറ്ററിൽ തന്നെ 50 സെൻറ്റിമീറ്റേഴ്സ്. സോ വോളിയം എന്ത് വരും, 600 ഇൻറ്റു 100 ഇൻറ്റു 50. എളുപ്പമല്ലേ, 6 ഇൻറ്റു 1 ഇൻറ്റു 5 ചെയ്യുക, അപ്പോൾ 30 ആണ്. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള എല്ലാ 5 സീറോയും കൂടെ ഇട്ട് കൊടുക്കുക. സോ പ്ലാറ്റ്ഫോമിൻ്റെ വോളിയം വരുന്നത് 30 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 മീറ്റേഴ്സ് ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റേഴ്സ് ഹൈ? The price of 1 cubic meter of wood is 60,000 rupees. What is the price of this piece of wood? ഒരു മരത്തടിയുടെ പീസിൻ്റെ കഷ്ണത്തിൻ്റെ എന്താണ് ലെങ്ത്ത് വരുന്നത് 5 മീറ്ററും വിഡ്ത്ത് വരുന്നത് 1 മീറ്ററും അതുപോലെ ഹൈറ്റ് വരുന്നത് 25 സെൻറ്റിമീറ്റേഴ്സുമാണ്. അതിൻ്റെ വോളിയം എന്താണ്, ആ തടിയുടെ വോളിയം എന്താണ്? അതുപോലെ 1 ക്യൂബിക് മീറ്റർ തടിയുടെ വില 60,000 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ഈ തടിയുടെ വില എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ അത് നമുക്ക് ഈ വുഡൻ പീസിൻ്റെ വോളിയം കാണാം. ഇവിടെ നേരത്തെ പോലെ തന്നെ 2 അളവ് മീറ്ററിലും 1 അളവ് സെൻറ്റിമീറ്ററിലുമാണ്. സോ ഇവിടെ നമ്മൾക്ക് ആദ്യം എല്ലാത്തിനെയും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. വുഡൻ പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 മീറ്റർ ഈക്വൽ ടു 500 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് വരുന്നത് 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ഹൈറ്റ് വരുന്നത് 25 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വോളിയം എന്ത് വരും, 500 ഇൻറ്റു 100 ഇൻറ്റു 25. 500 ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, 25 ഇൻറ്റു 5 ചെയ്യുക, അപ്പോൾ 125 ആണ്. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ഈ 4 സീറോ ഇട്ട് കൊടുക്കുക. സോ 12,50,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്യൂബിക് മീറ്റർ, ആ ഒരു ക്യൂബിക് മീറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 60,000 റുപ്പീസാണ് അല്ലേ. ഇവിടെ നമുക്ക് പക്ഷേ 12,50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. സോ ഇതിനെ നമുക്ക് ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റണം. 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 10 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 12,50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഈക്വൽ ടു എത്ര ക്യൂബിക് മീറ്റർ ആണ്, 12,50,000 ഡിവൈഡഡ് ബൈ 10 ലാക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 1.25 ക്യൂബിക് മീറ്റർ. മനസ്സിലായോ മക്കളെ? നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റിയതാണ്. അതിന് ക്യൂബിക് സെൻറ്റിമീറ്ററിലുള്ള അളവിനെ 10 ലാക്ക് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 1 മീറ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസാണ്. സോ 1.25 മീറ്ററിൻ്റെ പ്രൈസ് എന്തായിരിക്കും, 1.25 ഇൻറ്റു 60,000 വിച്ച് ഈസ് ഈക്വൽ ടു 75,000 റുപ്പീസാണ്. കപ്പാസിറ്റി, ലുക്ക് അറ്റ് ദിസ് ഹോളോ ബോക്സ്. ഇത് താഴെ നമുക്ക് ഉള്ളു പൊള്ളയായ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് തിക്ക് വുഡൻ പ്ലാങ്ക്സ്. ബിക്കോസ് ഓഫ് ദ തിക്നെസ് ഇറ്റ്സ് ഇന്നർ ലെങ്ത്സ് വിഡ്ത്സ് ആൻഡ് ഹൈറ്റ്സ് ആർ ലെസ് than the outer measurements. The inner length, width and height are 40 centimeters, 20 centimeters and 10 centimeters. So a rectangular block of this measurement can exactly fit into the space within this box. അപ്പോൾ ഒരു ബോക്സാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള അളവ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഉള്ളു പൊള്ളയാണല്ലേ. അപ്പോൾ പുറത്തുള്ള അളവിനെക്കാട്ടിലും ഉള്ളു എന്തായിരിക്കും, കുറച്ച് വീതിയും ഇതൊക്കെ കുറവായിരിക്കും, ലെങ്ത്തൊക്കെ കുറവായിരിക്കും അല്ലേ. ഇതിൻ്റെ ഇന്നർ ലെങ്ത്ത്, ഉള്ളിലുള്ള പൊള്ളയ ആ ഭാഗം കണ്ടോ, ആ ഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 20 സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് 10 സെൻറ്റിമീറ്ററുമാണ്. സോ ഈ 40 സെൻറ്റിമീറ്റർ ലെങ്ത്തും 20 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കുലാർ ബ്ലോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കില്ലേ? യെസ്, ഈ ബോക്സിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പീസിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. The volume of this rectangular block is the volume within the box. This volume is called the capacity of the box. അപ്പോൾ ഇതിൻ്റെ വോളിയം, ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഉള്ളിലുള്ള അളവുണ്ടല്ലോ, അതായത് ഈ പൊള്ളയായി കിടക്കുന്ന ഈ ഭാഗം, അല്ലെങ്കിൽ ഒരു വസ്തു കൊള്ളുന്ന ആ ഭാഗം, തുറന്നിരുന്ന് ആ വസ്തു കൊള്ളുന്ന ആ ഭാഗത്തിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ വോളിയത്തെ നമ്മൾ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് ദിസ് ബോക്സ്. അതുകൊണ്ട് ഈ ബോക്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 40 ഇൻറ്റു 20 ഇൻറ്റു 10 ഈക്വൽ ടു 8,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ബോക്സ് ഹൂസ് ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ 50 സെൻറ്റിമീറ്റേഴ്സ്, 25 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 20 സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ
50 സെൻറ്റിമീറ്റർ ലെങ്ത്തും 25 സെൻറ്റിമീറ്റർ വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു വുഡൻ ബ്ലോക്കിൻ്റെ ഇന്നർ മെഷർമെൻ്റ് ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അതിൻ്റെ കപ്പാസിറ്റി എന്തായിരിക്കും? സിമ്പിളാണ്, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 50 × 25 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 25,000 ആണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി വരുന്നത്. ലിക്വിഡ് മെഷേഴ്സ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ വെസൽ ഓഫ് ഇന്നർ സൈഡ് 10 സെൻറ്റിമീറ്റർ? ഇനി ഒരു ക്യൂബിക്കൽ വെസൽ ഉണ്ട്, അതിൻ്റെ ഇന്നർ സൈഡ് അതായത് ഉള്ളളവ് കപ്പാസിറ്റി വരുന്നത് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതായത് 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 10 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 10 സെൻറ്റിമീറ്റർ ഹൈറ്റ്. സോ അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 10 × 10 × 10 ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. 1 ലിറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഫിൽസ് ദിസ് വെസൽ. ഈ വെസലിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ദാറ്റ് മീൻസ് 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെൻറ്റിമീറ്ററിലാക്കാൻ പഠിച്ചു. അതുപോലെ ഒരു ലിറ്ററിനെ ക്യൂബിക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ പഠിച്ചു. അപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ. 1 ലിറ്റർ ആണെങ്കിൽ 1000 cubic centimeters. We can look at this in another way. If a cube of side 10 centimeters is completely immersed in a vessel filled with water, then the amount of water that overflows would be 1 liter. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഒരു 10 സെൻറ്റിമീറ്റർ സൈഡുള്ള ക്യൂബ്സ്, അതായത് 10 × 10 × 10 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു ക്യൂബ് നമ്മളൊരു വെസൽ എടുത്തിട്ടുണ്ട്, അതിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ക്യൂബ് ഇടുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? കുറച്ച് വെള്ളം പുറത്തേക്ക് പോവുമല്ലേ? ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് 1 ലിറ്റർ വാട്ടർ പുറത്തേക്ക് പോവും. അതല്ലെങ്കിൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് വാട്ടർ പുറത്തേക്ക് പോകും എന്ന് നമുക്ക് പറയാം. എന്താണ് മക്കളെ മനസ്സിലായത്? നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് എത്ര വോളിയമുള്ള ഒരു ക്യൂബ് അല്ലെങ്കിൽ എത്ര വോളിയമുള്ള ഒരു ഷേപ്പാണോ ഇടുന്നത്, അതിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം വെള്ളം പുറത്തേക്ക് പോവും, പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വോളിയം കുറഞ്ഞ പാത്രം ഇടുകയാണെങ്കിൽ കുറച്ചേ വെള്ളം പോവുള്ളൂ, വോളിയം കൂടിയത് ഇടുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പോകും. So how many liters of water do a vessel of length 20 centimeters, width 15 centimeters and height 10 centimeters contain? അങ്ങനെയാണെങ്കിൽ ഒരു വെസലിൻ്റെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 15 സെൻറ്റിമീറ്ററും ഹൈറ്റ് 10 സെൻറ്റിമീറ്ററും ഉണ്ട്. അതിൽ എത്ര വെള്ളം കൊള്ളും എന്ന് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിളാണ്. 20 × 15 × 10 which is equal to 3000 liters വെള്ളം കൊള്ളും. Let's look at another problem. A rectangular tank of length 4 meters and height 2.5 meters can contain 15,000 liters of water. What is the width of the tank? ഇനി വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാങ്കുലർ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൻ്റെ ലെങ്ത്ത് 4 മീറ്ററും ഹൈറ്റ് 2.5 മീറ്ററും ആണ് കേട്ടോ. അതിൽ 15,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ വിഡ്ത്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, പഠിച്ചിട്ടുണ്ട്. 4 അളവുകളിൽ ഏതെങ്കിലും 3 തന്നാൽ ബാക്കി ഒരെണ്ണം കാണാൻ എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. If we find the product of length, width and height in meters, we get the volume in cubic meters. അല്ലേ? ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടുന്നത് ക്യൂബിക് മീറ്റേഴ്സിലായിരിക്കും. ഇവിടെ വോളിയം വരുന്നത് ലിറ്റേഴ്സിലാണ്. അതായത് 15,000 ലിറ്റർ എന്നുള്ളതാണ് അതിൻ്റെ വോളിയം. അപ്പോൾ ഈ ലിറ്റേഴ്സിലുള്ളതിനെ നമുക്ക് എങ്ങനെ ക്യൂബിക് മീറ്റേഴ്സിലേക്ക് മാറ്റാം? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ? അതായത് 15,000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 15 ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് ഹൈറ്റ്, ലെങ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 × 2.5 ആണ്. സോ 10 എന്ന് കിട്ടും. സോ വിഡ്ത്ത് എന്തായിരിക്കും? മൾട്ടിപ്ലൈഡ് ബൈ 10 ഈസ് 15. വിഡ്ത്ത് ഇൻറ്റു ഈ 10 ആണ് നമുക്ക് 15, വോളിയം 15 വരുന്നത്. From this we can calculate the width as 15/10. അതായത് 15/10 ആണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 1/2 അല്ലെങ്കിൽ 1.5 meters ആണ് വിഡ്ത്ത് വരുന്നത്. Now suppose this tank contains 6,000 liters of water. What is the height of the water? ഇനി ഇതിൽ 6,000 ലിറ്റർ വെള്ളം കണ്ടെയ്ൻ ചെയ്യുമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 6 ക്യൂബിക് മീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ലെങ്ത്തിൻ്റെ വിഡ്ത്തിൻ്റെ ഹൈറ്റാണ് ഈ 6,000 വരിക അല്ലെങ്കിൽ 6 വരിക. സോ അതാണ് നമുക്കിവിടെ ചെയ്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 × 1/2 ആണ്. അത് which is equal to 6 എന്ന് കിട്ടും. സോ അതുകൊണ്ട് ഹൈറ്റ് വരുന്നത് 6/6 അല്ലെങ്കിൽ 6 / 6 ഈക്വൽ ടു 1 മീറ്റർ ആയിരിക്കും.
ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ക്വസ്റ്റ്യൻ 1, ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി? ഹൗ മെനി ക്യൂബ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ദിസ്? അപ്പോൾ ഒരു ക്യൂബിക്കൽ ബോക്സ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, കാരണം ക്യൂബാണ് അല്ലേ. സോ 4 ലെങ്ത്ത് 4 ആണ്, വിഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 4 ആണ്. സോ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4 × 4 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 64 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഇതിൽ സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടുള്ള എത്ര ചെറിയ ക്യൂബ്സ് അടുക്കി വെക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിനി ഈ ക്യൂബ് 2 സെൻറ്റിമീറ്റർ സൈഡായിട്ടുള്ള ചെറിയ ക്യൂബിൻ്റെ എന്ത് കാണണം? കപ്പാസിറ്റി കാണണം, അല്ലെങ്കിൽ വോളിയം കാണണം. സോ അതിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. വോളിയം വരുന്നത് എന്താണ്? 2 × 2 × 2 ഈക്വൽ ടു 8 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ വലിയ ബോക്സിൻ്റേത് 64ഉം ചെറിയതിൻ്റേത് വലുതിനുള്ളിൽ വയ്ക്കാവുന്ന ചെറിയൊരു ബോക്സിൻ്റെ വോളിയം 8ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ടോട്ടൽ വയ്ക്കാം? 64 / 8, 8 ബോക്സുകൾ വയ്ക്കാം. ആ വലിയ ബോക്സിൽ ചെറിയ 8 ബോക്സുകൾ വയ്ക്കാം. ക്വസ്റ്റ്യൻ 2, ദ ഇന്നർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 സെൻറ്റിമീറ്റേഴ്സ്, 80 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 90 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ഒരു റെക്ടാങ്കുലർ ടാങ്കിൻ്റെ ഉള്ള്, അതായത് ഇന്നർ ഭാഗം എന്താണ്? 70 സെൻറ്റിമീറ്റർ ലെങ്ത്തും 80 സെൻറ്റിമീറ്റർ വിഡ്ത്തും 90 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഉള്ളത്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ വോളിയം കാണണം. വോളിയം കാണാനായിട്ട് എന്ത് ചെയ്യുക? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 70 × 80 × 90 വിച്ച് ഈസ് ഈക്വൽ ടു 5,04,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഈ ക്യൂബിക് സെൻറ്റിമീറ്ററിലുള്ളതിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. സോ 5,04,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ആയിരിക്കും? 5,04,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ രണ്ടിലുള്ള 3 സീറോസ് വെട്ടിക്കളയുക. ആൻസർ 504 ലിറ്റർ ആണ്. സിമ്പിളാണ് കേട്ടോ, 1000 ഡിവൈഡ് ചെയ്യാൻ സിമ്പിളാണ്. ആൻസർ വരുന്നത് 504 ലിറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ 3, ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 40 സെൻറ്റിമീറ്റേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻ 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ? ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത്ത് വിഡ്ത്തും വരുന്നത് 90 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്ത് വരുന്നത് 40 സെൻറ്റിമീറ്ററുമാണ്. അതിൽ 180 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ലെങ്ത്ത് 90 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 180 ലിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്റി തന്നെയാണ് എന്തും വോളിയവും അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വോള്യത്തിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? അതിന് മുന്നേ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ലിറ്ററിലല്ലേ ഉള്ളത്, വാട്ടറിൻ്റെ ലിറ്ററിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ വോളിയം ഏത് അളവിലാണ്, ഏത് യൂണിറ്റാണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്, അതിലേക്ക് മാറ്റണം. സോ 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 180 ലിറ്റർ എന്ന് പറയുമ്പോൾ 180 × 1000 വിച്ച് ഈസ് ഈക്വൽ ടു 1,80,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് മീൻസ് 1,80,000 ഈക്വൽ ടു 90 × 40 ഇൻറ്റു ഹൈറ്റ്. 1,80,000 ഈക്വൽ ടു 90 × 40 എന്ന് വെച്ചാൽ 3,600 ആണ്. അത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഹൈറ്റ് എങ്ങനെ കാണാം? ഹൈറ്റ് ഈക്വൽ ടു 1,80,000 ഡിവൈഡഡ് ബൈ 3,600 ഈക്വൽ ടു, രണ്ടിൽ നിന്ന് നമ്മൾ സീറോസ് കട്ട് ചെയ്യുന്നു. ഓരോ സീറോ വീതം കട്ട് ചെയ്യുമ്പോൾ 1,800 ഡിവൈഡഡ് ബൈ 36 വിച്ച് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏതെങ്കിലും 4 അളവുകളിൽ 3 അളവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിൽ നിന്നും മറ്റേ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ബാക്കിയുള്ള അളവ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശേഷിക്കുന്ന അളവ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Question 4, the inner length, width and height of a tank are 80 centimeters, 60 centimeters and 50 centimeters and it contains water 15 centimeters high. How much more water is needed to fill it? ഒരു റെക്ടാങ്കുലർ ടാങ്കിൻ്റെ ഹൈറ്റ് 80 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 60 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 80 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 60 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 50 സെൻറ്റിമീറ്ററും ആണ്. അതിൽ 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം ഉണ്ട്.
ഇനി എത്ര കൂടെ വെള്ളം നിറച്ചാൽ ഇത് ഫുള്ളാക്കാൻ പറ്റും, ഈ ടാങ്ക് ഫുള്ളാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി. അതിൽ ഈ 50 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് ഉള്ളത്, ടാങ്കിൻ്റെ ആകെ ഹൈറ്റ്. അതിൽ 15 സെൻറ്റിമീറ്റർ വെള്ളം ഉണ്ട്. സോ ഇനി വെള്ളം നിറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് 50 - 15 = 35 സെൻറ്റിമീറ്റർ കൂടെ മതി. 35 സെൻറ്റിമീറ്റർ ഹൈറ്റിലും കൂടെ വെള്ളം നിറയണം. സോ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 35 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് വോളിയം കണ്ടൂടെ? കാണാം. വോളിയം = ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം വിച്ച് ഈസ് = 80 × 60 × 35. 8 × 6 48 ആണ്. 2 0 ഇട്ട് കൊടുത്താൽ 4800 × 35 വിച്ച് ഈസ് = 1,68,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ 1,68,000 ക്യൂബിക് സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ലിറ്ററിലേക്ക് മാറ്റണം. 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ 1,68,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ആണെന്ന് ഇങ്ങനെ കാണാം. 1,68,000 / 1000 ചെയ്താൽ മതി. സിമ്പിളാണ്. 2ൽ നിന്നുള്ള 0 കട്ട് ചെയ്ത് കൊടുക്കുക. 3 0 പോവും. ബാക്കി 168. അപ്പോൾ 168 ലിറ്റർ വെള്ളമാണ് ഈ ടാങ്കിൽ കൊള്ളുക. ഇനി ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പോണ്ട്. പഞ്ചായത്ത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ, റെക്ടാങ്കിൾ ഷേപ്പിലൊരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത് വർ ഡിസൈഡഡ് ടു ബി 20 മീറ്റർ, 15 മീറ്റർ ആൻഡ് 2 മീറ്റേഴ്സ്. അതിൻ്റെ ലെങ്ത്ത് 20 മീറ്റേഴ്സും വിഡ്ത്ത് 15 മീറ്റേഴ്സും ഡെപ്ത്ത് ആഴം 2 മീറ്റേഴ്സുമാണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദിസ് പോണ്ട് ടു ബി ഹൈറ്റ് ഓഫ് 1.5 മീറ്റേഴ്സ്. ഇതിൽ 1.5 മീറ്റർ ഹൈറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. ഈ പോണ്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് ആണ്. വിഡ്ത്ത് 15 മീറ്റേഴ്സ്. അതിൻ്റെ ഡെപ്ത്ത് തന്നെയാണ് ഇവിടെ ഹൈറ്റ് വരിക. കുളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുഴയെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ ഡെപ്ത്ത്, ആഴമാണ് അതിൻ്റെ ഉയരമായിട്ട് വരിക അല്ലേ. സോ ഡെപ്ത്ത് ഓർ വിഡ്ത്ത് ഹൈറ്റ് ഈസ് = 2 മീറ്റർ ആണ്. ഇനി ഇതിൽ വാട്ടർ നിറയാനുള്ള ഡെപ്ത്ത് അല്ലെങ്കിൽ 1.5 മീറ്റർ ആഴത്തിൽ, ഈ 2 മീറ്ററിൽ 1.5 മീറ്റർ ഹൈറ്റിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. സോ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. സോ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 20 × 15 × 1.5 ആണ്. 20 × 15. ഇതിലെ 20യെയും നമുക്ക് 1/2 എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3/2 എന്ന് മാറ്റി എഴുതാം. അതായത് 2 × 1 + 1/2 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ അതിൻ്റെ വോളിയം വരുന്നത് 20യെയും 2നെയും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 10 × 15 × 3 എന്ന് വരും. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 450 ക്യൂബിക് മീറ്റർ എന്നാണ് വരുന്നത്. അതായത് ഈ പോണ്ടിൻ്റെ വോളിയം വരുന്നത് അല്ലെങ്കിൽ കപ്പാസിറ്റി വരുന്നത് 450 ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് എത്ര ലിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്യൂബിക് മീറ്ററിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് മീറ്റർ ആണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെന്ന് മനസ്സിലാക്കാം. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കാണാം? 450 ക്യൂബിക് മീറ്റർ എന്നാൽ 1000 × 450 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 4,50,000 എന്ന് വരും. അത്രയും ലിറ്റർ വെള്ളം ഈ പോണ്ടിൽ കൊള്ളും. അതായത് 4,50,000 ലിറ്ററാണ് വെള്ളം ഇതിൽ കൊള്ളുന്നത്, ആകെ കൊള്ളുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 6 നോക്കാം. ദ ഇന്നർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ആൻ അക്വേറിയം ആർ 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 30 സെൻറ്റിമീറ്റേഴ്സ്. ഇഫ് it is half filled with water. When a stone is immersed in it, the water level rose by 10 centimeters. What is the volume of the stone? സിമ്പിൾ ആണ്. ഒരു അക്വേറിയത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 60 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 30 സെൻറ്റിമീറ്ററും ആണ്. അതിൽ പകുതി വെള്ളം നിറച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കല്ലിട്ടു. ആ കല്ലിട്ട സമയത്ത് 10 സെൻറ്റിമീറ്റർ വാട്ടർ മുകളിലേക്ക് ഉയർന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇട്ട കല്ലിൻ്റെ വോളിയം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് പാലോ വെള്ളമൊക്കെ നിറച്ച പാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ, വോളിയുള്ളൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര വെള്ളമാണോ പുറത്തേക്ക് പോകുന്നത് അത്രയും ആണ് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇട്ട വസ്തുവിൻ്റെ വോളിയം അതാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അതവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. അക്വേറിയത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 60 സെൻറ്റിമീറ്റേഴ്സ് ആണ്. വിഡ്ത്ത് വരുന്നത് 30 സെൻറ്റിമീറ്റേഴ്സ് ആണ്.
അതുപോലെ വെള്ളം ഉയർന്നത് 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോളിയം കണ്ടൂടെ? യെസ്, കാണാം. 60 ഇൻറ്റു 30 ഇൻറ്റു 10 ആണ് വോളിയം വരുന്നത്. 60 ഇൻറ്റു 30 6 ഇൻറ്റു 3 ചെയ്യുക, 18 ആണ്. ബാക്കി 3 സീറോസ് ഇട്ട് കൊടുക്കുക. സോ 18,000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ വോളിയം വരുന്നത്. ഇനി ഇതിലെ 7th ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, അയൺ ബ്ലോക്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ഹൈറ്റ് 5 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഉരുക്കിയിട്ട് ഒരു പുതിയ ക്യൂബാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്യൂബിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ റെക്ടാങ്കുലർ ബ്ലോക്ക് ഉരുക്കുന്ന സമയത്ത് ആ സെയിം വോളിയം തന്നെ ആയിരിക്കും എന്തിനും കിട്ടുന്നത്, പുതുതായിട്ട് ഉണ്ടാക്കുന്ന വസ്തുവിനും കിട്ടുന്നത്. കാരണം നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റുകയോ അല്ലെങ്കിൽ അതിലേക്ക് പുതിയത് ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കാണാം. വോളിയം ഈക്വൽ ടു 20 ഇൻറ്റു 10 ഇൻറ്റു 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയവും അതുപോലെ ക്യൂബിക് സ്ക്വയറിൻ്റെ വോളിയം എന്താണ്, അല്ലെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്താണ്, സെയിം ആണ്. ദാറ്റ് മീൻസ് വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി നമുക്കറിയാം ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 3 ഇൻറ്റു സൈഡാണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതിൽ 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് 1000 ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ നമുക്ക് എന്തറിയാം, 1000നെ ഏതോ ഒരു നമ്പർ വെച്ച് 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1000 കിട്ടും. അപ്പോൾ 10 ആണ് ആൻസർ വരുന്നത്. കാരണം 10 ഇൻറ്റു 10 ഇൻറ്റു 10 ആണ് 1000. അതുകൊണ്ട് ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 8. എ ടാങ്ക് 2 meters ലോങ് ആൻഡ് 1 meter wide ഈസ് ടു കണ്ടെയ്ൻ 10,000 liters ഓഫ് വാട്ടർ. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ ടാങ്ക്? ഒരു ടാങ്കിൽ 2 meter ലെങ്ത്തും 1 meter വിഡ്ത്തും ഉണ്ട്. അതിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി. ലെങ്ത് ഈക്വൽ ടു 2 meter, വിഡ്ത്ത് ഈക്വൽ ടു 1 meter, ഹൈറ്റ് ഈക്വൽ ടു അറിയില്ല. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ വെള്ളമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനാദ്യം ഈ ലിറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാം. 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1000 ലിറ്റർ ആണ്. സോ 10,000 ലിറ്റർ എന്ന് പറയുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 3 സീറോസ് വെട്ടിക്കളയുക, 10 ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ വോളിയം നമുക്ക് കിട്ടി 10 ആണ്. സോ 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ 2 ഇൻറ്റു 1 ഇൻറ്റു ഹൈറ്റ് ആണ്. 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. സോ 2 ഇൻറ്റു ഹൈറ്റ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 10/2 ഈക്വൽ ടു 5 മീറ്റർ ആണ് ടാങ്കിൻ്റെ ഹൈറ്റ്. ഇനി ഇതിലെ 9th ക്വസ്റ്റ്യൻ. ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ piece of paper of side 12 centimeters, small squares of side 1 centimeter are cut off. The edges of this are bent up and joined to form a container of height 1 centimeter. What is the capacity of this container? If squares of side 2 centimeters are cut off, what would be the capacity? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഒരു സ്ക്വയർ പേപ്പർ പീസ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് 12 സെൻറ്റിമീറ്റർ ആണ്. അതായത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ലെങ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു രണ്ടും 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ 2 എഡ്ജസിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ എന്താണ്, എന്നിട്ട് ആ കട്ട് ചെയ്ത ഈ പീസ് കൊണ്ട് ഈ എഡ്ജ് കട്ട് ചെയ്തിട്ട് അതിനെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഷേപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പുതിയൊരു കണ്ടെയ്നർ ഉണ്ടാക്കി. അതിൻ്റെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നമ്മൾ എന്താണ്, സ്ക്വയർ 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ ലെങ്ത്ത് 12, വിഡ്ത്തും 12. അപ്പോൾ അതിൻ്റെ 2 ഭാഗത്തു നിന്നും 1 സെൻറ്റിമീറ്റർ വീതം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ? ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ഒഴിവാക്കി. അതായത് 2 സൈഡിൽ നിന്നും സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 2 സൈഡിൽ നിന്നും ഓരോ മീറ്റർ കട്ട് ചെയ്യുമ്പോൾ 12 - 2 ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്തും അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്നും ഓരോ സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു. സോ 12 - 2 ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആയി. ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 10 ഇൻറ്റു 10 ഇൻറ്റു 1 ഈക്വൽ ടു 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ആർ കട്ട് ഓഫ്. ഇനി നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തത് പകരം 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ
അതിൻ്റെ കപ്പാസിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഉണ്ടാക്കുന്ന ഷേപ്പിൻ്റെ കപ്പാസിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ലെങ്ത്ത്, അപ്പോഴത്തെ ലെങ്ത്ത് എന്താവും, ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു, അതുപോലെയുള്ള 2 സൈഡ് കട്ട് ചെയ്യുന്നുണ്ട്. സോ 12 - 4 = 8 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്ത്. വിഡ്ത്തും അതുപോലെ തന്നെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നുണ്ട്, 2 സൈഡിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ആവും. സോ വിഡ്ത്ത് = 12 - 4 = 8 സെൻറ്റിമീറ്റർ ആയി. ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ ആണ്. സോ അതിൻ്റെ വോളിയം വരുന്നത് 8 × 8 × 2, 8 × 8 64 ആണ്. 64 × 2 128 ആണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 128 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ പ്രോബ്ലംസൊക്കെ കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്